കലോത്സവ ഭക്ഷണമുണ്ട വയ്ക്കാൻ പഴയിടമില്ലെങ്കിൽ പതിവ് പോലെ ടെൻഡർ വഴി മറ്റുള്ളവരെ കണ്ടെത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പഴയിടത്തെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല. ഒരു വിവാദവും ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. വിവാദങ്ങൾ അതിവിപ്ലവമായേ കാണാനാകൂ. ബ്രാഹ്മണ മേധാവിത്വ ചർച്ചകൾ അനാവശ്യമാണ്. നോൺ വെജ് നൽകാൻ ആലോചിച്ചു. നോൺ വെജ് നൽകുന്നത് കമ്മിറ്റി രൂപീകരിച്ച് പഠിച്ചു തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പഴയടം നമ്പൂതിരിയും ഓപ്പൺ ടെൻഡറിലൂടെ തന്നെയാണ് പങ്കെടുത്തയാൾക്ക് അതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഞങ്ങളുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിവാദമല്ല. അദ്ദേഹം വളരെ നന്നായി തന്നെ അവിടെ അദ്ദേഹത്തിന് ഏറ്റ ഉത്തരവാദിത്വം നിർവഹിച്ചെന്ന് മാത്രം പറഞ്ഞാലും പോരാ. ഒരു ദിവസം വൈകുന്നേരം 5 മണി വരെ 30,000 പേർക്ക് ഭക്ഷണം കൊടുത്തു. വരുന്നവരാരും നിരാശപ്പെടുത്തി വിടുന്നില്ല. അദ്ദേഹം തന്നെ ഇവിടെ സ്കൂൾ വചനോത്സവത്തിൽ നോൺ വെജിറ്റേറിയൻ കൊടുത്തതാണ്. അതിനെപ്പറ്റിയൊന്നും ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ പാവപ്പെട്ട നല്ല മനുഷ്യനായ പഴയടം നമ്പൂതിരിയെ വേദനിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതെല്ലാം ഒരു അതിവിപ്ലവകരമായ കാര്യം മാത്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ.